പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം റോഡ് ഷോ ആരംഭിക്കും. വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് പാലക്കാട് ലഭിച്ചത്. അതിലേറെ വലിയ പരിപാടി എന്ന നിലയിലേക്ക് മാറ്റാൻ തൃശൂരിലെ സംഘാടകർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇപ്പോഴും നിരവധിയായ ആളുകൾ പ്രധാനമന്ത്രിയെ കാണാൻ എത്തുന്നുണ്ട്. പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നിരവധിയായ സ്ത്രീകൾ ഉൾപ്പെടെ ബാഗും ഒക്കെയായി എത്തുന്നുണ്ട്. ഇപ്പോൾ പോലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ ബാഗുമായി എത്തുന്ന സ്ത്രീകൾ. അവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ആജ്ഞ ചേരുന്നു. ആജ്ഞ അല്പസമയത്തിനകം മോദിയുടെ പരിപാടി തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ക്ലിയറൻസ് നടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പരിപാടികൾ ആരംഭിക്കും. അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം റോഡ് ഷോ ഉണ്ടാകും. വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും നമുക്ക് കൃത്യമായി അറിയാനുള്ളത്. ഇനി പാലക്കാട് അദ്ദേഹം വ്യക്തമാക്കി ഡീൽ, അതായത് BJPയും LDFും തമ്മിലുള്ള ഡീലിനെ കുറിച്ചും അതുപോലെ തിരിച്ച് LDF ആരോപിക്കുന്ന കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലിനെ കുറിച്ചും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകി കഴിഞ്ഞു. ഇനി തൃശൂരിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് എന്താണ്, തൃശൂരിൽ എന്ത് പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിന് വ്യക്തമാക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി പ്രധാനമന്ത്രി അദ്ദേഹം പ്രസംഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ സുരക്ഷാ പരിശോധനകൾ നടക്കുന്നുണ്ട്. ബാഗുകളൊക്കെ കൊണ്ടുവന്നിരുന്ന ആളുകളുണ്ട്. അതായത് ഈ ബാഗ്, വെള്ളം, പേന തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരരുത് എന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ അറിയാതെ ഇവിടേക്ക് ബാഗുമായി എത്തിയ ആളുകൾ, വെള്ളം കരുതിയെത്തിയ ആളുകൾ, അകത്ത് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളവും. പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അവർക്ക് ഏത് തരത്തിലാണ് ബുദ്ധിമുട്ട്? അവർക്ക് മറ്റ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇവർ നിരാശയോടെയാണോ മടങ്ങേണ്ടി വരുന്നത്? നമ്മളെ ആ ഒരു പോയിന്റിലേക്ക് പോലീസ് അടുപ്പിക്കുന്നില്ല, കുറച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിലെത്തുന്ന ആളുകളുടെ പ്രതികരണം എടുക്കാൻ ശ്രമിക്കാത്തത്. അവർക്കത് അവരുടെ പരിശോധനയ്ക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് നമ്മളെ അറിയിച്ചത് കൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് എത്താത്തത്. എന്നിരുന്നാലും അതെ ഇല്ലല്ല രണ്ടാം വട്ടം തൃശ്ശൂര് മോദിജി BJP എത്തണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അറിഞ്ഞിരുന്നില്ലേ ബാഗ് കൊണ്ടുവരാൻ? അറിയില്ല, ഇതൊന്നും ആരും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ ഇന്നലെ വരെയും പത്മജ വേണുഗോപാൽ അവർ വന്നിരുന്ന, അപ്പൊ അവരൊന്നും ഇതൊന്നും പറഞ്ഞു കേട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ബാഗൊക്കെ കൊണ്ടാ വന്നത്. ഞങ്ങളെന്താ പാമ്പും ഒന്നും വയ്ക്കാനൊന്നും വന്നല്ല. ഞങ്ങൾ ഈ തെരുവ പഴയ നടക്കാവ് തെരുവ. അപ്പൊ വന്നു ഇങ്ങനെ ഒരു ബാഗ് ഇതും പിടിക്കാൻ ഇത്രയും ഒരു പ്രശ്നമാവുന്നൊന്നും ഞങ്ങൾ കരുതിയില്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ ഇത് വെച്ചിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാൻ. മോനാണ് ഈ പാവം. അപ്പൊ അവനെ തന്നെ വിടാൻ ധൈര്യമില്ല, തിരക്കിലായതുകൊണ്ട്. വീഡിയോയിലൊന്നും ഇടണ്ട കേട്ടോ, ഇതൊന്നും വലിയ പ്രശ്നമാകണ്ട അവരുടെ ആവശ്യമില്ലാണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലേ ബാഗ് കൊണ്ടുവരാൻ പാടില്ലെന്ന് അറിഞ്ഞില്ലായിരുന്നോ? എനിക്കറിയില്ലായിരുന്നില്ല, ബാഗിന്റെ കാര്യം അറിഞ്ഞില്ല. അത് കാരണം സോറി മാം. അതന്നെയാണ് അഭിലാഷ്, പല ആളുകളിലേക്കും ഇത് എത്താനുണ്ട്, മെസ്സേജ് എത്താനുണ്ട്. കാരണം പല ആളുകളും അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും ബാഗ് അവർ ചോദിക്കുന്നത് ആശങ്കയുണ്ട്. പക്ഷെ അതേസമയം സംബന്ധിച്ച് സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയൊരു സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നതും. അങ്ങനത്തെ ഒരു ആശങ്കയുണ്ട്. അത്തരം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയൊരു സംവിധാനവും അല്ലെങ്കിൽ ഇത്ര വലിയ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അതവർക്ക് സുരക്ഷാ ജീവനക്കാർക്ക് അത് പാലിച്ചേ കഴിയുകയുള്ളൂ. അവരാരും അത് മനസ്സിലാക്കുന്നില്ല. അത് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ പല ആളുകളും നിരാശരായി തിരിച്ചു പോകുന്നു. കാരണം ഇത് വെക്കാൻ അല്ലെങ്കിൽ മറ്റ് ക്ലോക്ക് റൂമുകൾ പോലത്തെ സംവിധാനങ്ങളൊന്നും പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഹചര്യമില്ല. പക്ഷെ പലർക്കും ഒരുപക്ഷെ എന്തായാലും അവരുടെ ബിലോങ്സ് അവർക്ക് അല്പം വിലപ്പെട്ടതാണല്ലോ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പല ആളുകൾക്കും മറ്റു കടകളിലൊക്കെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അത് എവിടെ വെക്കും, എവിടെ സൂക്ഷിക്കും എന്നുള്ള ആശങ്കയൊക്കെ ആളുകൾക്കുണ്ട്. അഭിലാഷ്, എന്തായാലും പ്രവർത്തകർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബാഗ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന കാര്യം പലരും അറിഞ്ഞിട്ടില്ല. അതിൽ തന്നെ വനിതാ പ്രവർത്തകരാണ് അധികവും ബാഗൊക്കെയായി എത്തുന്നത്. അവർക്ക് വലിയ പ്രതിഷേധവും എതിർപ്പും. ഞാൻ പരിവൊന്നുമില്ല, കുഴപ്പമില്ല. ഇല്ല, അറിയത്തില്ലായിരുന്നു. അവരുടെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായിരിക്കാം, കുഴപ്പമില്ല. ഓക്കെയാണ്. ഇവിടെ നിന്ന് കാണാമല്ലോ.
ഗ്രീൻ ഹൗസ് ഒന്ന് മാറി കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴ്ന്നു വരുന്നോണ്ടേ ഒരു ബുദ്ധിമുട്ട് കാണും. അല്ലാത്ത പക്ഷെ ഓക്കെയാണ്. ഇതൊന്ന് കാണാം. അതെ, അക്സെപ്റ്റ് ചെയ്യുന്നു. അതുതന്നെയാണ് അഭിലാഷ്. അത് മനസ്സിലാവുന്ന ചില ആളുകളുണ്ട്, പക്ഷേ ചില ആളുകൾക്ക് വളരെ വൈകാരികമായി ഇത് ചെയ്യുന്നുണ്ട്, വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹിച്ച് വളരെ ദൂരത്തു നിന്നെത്തുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് ഇതൊരു തടസ്സമാകുന്നു. ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വെള്ളക്കുപ്പി എന്നുള്ളത് പലരും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. അത് ഹരിതകർമ്മസേന സമയാസമയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ ബിലോങ്ങിങ്സ് ഒരു പ്രശ്നമാണ്. ഫോൺ മാത്രമേ കൈവയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഫോണും പണവും കൈവശം വയ്ക്കാം, അതല്ലെങ്കിൽ മറ്റ് അവർക്കത് സൂക്ഷിക്കാനുള്ള ഇടങ്ങളൊന്നും ഇല്ലാത്തതൊരു വലിയ പ്രശ്നമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും തിരിച്ചു പോകുന്നതുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും അത് ആളുകളെ, അതായത് അത്യാവശ്യം ഇത് അറിഞ്ഞിട്ട് വന്നിട്ടുള്ള ആളുകളെ അത് അല്പം ഒന്ന് നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അഭിലാഷ്, യെസ്, പല ആളുകളും ഈ ബാഗുമായി വരാൻ പറ്റില്ല എന്ന കാര്യം അറിഞ്ഞില്ല എന്നുള്ളതാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നതാണ്. അതിൽ ആളുകൾ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ എതിർപ്പുകളില്ല എങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോഴും പ്രവർത്തകരുടെ ഒരു പ്രവാഹം അവിടേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല ആളുകളും നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയുമൊക്കെയാണ് ഇപ്പോഴും എത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും. റോഡ് ഷോ ഉടൻ തന്നെ ആരംഭിക്കും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? തീർച്ചയായിട്ടും അഭിലാഷ, അദ്ദേഹം സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേർന്നാലുടൻ റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 900 മീറ്ററാണ് ഈ പറഞ്ഞതുപോലെ ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ നിന്നും 900 മീറ്റർ ദൂരത്തേക്കാണ് അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ഇതിനുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയെ കാണാൻ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ, അതുപോലെ തന്നെ BJP പ്രവർത്തകരായുള്ള ആളുകൾ തുടങ്ങിയ വിവിധ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിട്ടുള്ള ആളുകളുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പലരും ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാണ്. നമുക്ക് ഇവിടെ പരിശോധന ശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഗ്, മറ്റ് എക്യുപ്മെന്റ്സുകളൊന്നും അകത്തേക്ക് കടത്തിവിടുന്നില്ല. വലിയ പരിശോധനകൾ തന്നെ നടക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പലരും അതിനോട് കോപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. മറ്റു ചിലർക്ക് അതിന്റെ വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ബിലോങ്ങിങ്സ് എവിടെ സൂക്ഷിക്കുമെന്നുള്ള ആശങ്കയുള്ള ആളുകളുണ്ട്. അത്തരം പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ സുരക്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് തർക്കിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും പ്രായമായ ആളുകളൊക്കെ അത് ഇതിനകത്തൊന്നുമില്ല, ഞങ്ങൾ ബോംബ് വയ്ക്കാൻ വന്നതല്ല എന്നുള്ള തരത്തിലുള്ള വൈകാരികമായ പ്രതികരണങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊരു വലിയ ക്രൈസിസ്, പ്രത്യേകിച്ച് ആളുകളിലേക്ക് അത് എത്തിയില്ല എന്നുള്ളതാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളൊരു, ആ മെസ്സേജ് എത്തിയില്ല. ഈ പേനയും കുടിവെള്ളവും അല്ല പ്രധാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബാഗാണ്. ബാഗ് ഒരു എന്ത് പറ്റി, അകത്ത് കയറാൻ പറ്റിയില്ലേ? ബാഗുള്ള കാരണം അറിഞ്ഞില്ല. ബാഗ് കൊണ്ടുവരാൻ പാടില്ല. ഫോണുകളാണ് മെസ്സേജ് കിട്ടിയില്ല അല്ലേ? ഫോൺ കൈവച്ചിട്ട് അകത്ത് കയറാൻ പറ്റില്ലേ?